ഇന്നത്തെ വ്ളോഗിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസത്തെ വ്ളോഗല്ല. പല ദിവസങ്ങളിൽ അതിനകത്ത് ഒരു എൻഗേജ്മെന്റിന് പോയതുണ്ട്, ഒരു ടീ പാർട്ടിക്ക് പോയതുണ്ട്, പിന്നെ വീട്ടിലെ വിശേഷങ്ങളുണ്ട്, കുറേ വിശേഷങ്ങളുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ വർഷങ്ങളായിട്ട് കേട്ടറിവാണ്. പഴംപൊരിയും, അതായത് ഏത്തക്കാപ്പം എന്ന് ഞങ്ങളുടെ ഈ നാട്ടിൽ പറയും, പഴംപൊരിയും ബീഫ് റോസ്റ്റുമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഞാൻ ബോംബെയിലുള്ള സമയം തൊട്ടേ ഈ കോമ്പിനേഷൻ കേട്ടിരുന്നു. ഒന്ന് നാട്ടിൽ വന്നാൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു, ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഞങ്ങളുടെ ഈ വീടിന്റെ തൊട്ടടുത്ത് മെയിൻ റോഡിൽ തന്നെ ഈ സംഭവം ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ബീഫ് റോസ്റ്റ് ആണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്കൊരു തോന്നുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ. ഇതും മോശമൊന്നുമല്ല. ഇതുവരെ ട്രൈ ചെയ്യാത്തവര്, ഇങ്ങനെ കണ്ടിട്ടില്ലാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും എന്ന് നമുക്ക് സ്വയം ഓരോ ഡിഷുകൾ കേൾക്കുമ്പോൾ ഒരു തോന്നൽ വരുമല്ലോ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതുപോലെ എന്താണ് നമ്മുടെ ചിന്ത പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് പഴംപൊരിയും ബീഫ് റോസ്റ്റും. ഇത് ബീഫ് കറിയാണ്, എനിക്ക് തോന്നുന്നു ബീഫ് റോസ്റ്റ് ആണ് കുറച്ചുകൂടി നല്ലതെന്ന്. അപ്പൊ ഇത് ട്രൈ ചെയ്തിട്ടുള്ളവര് ഒന്ന് കമന്റ് ഇടണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. അപ്പൊ ചൂട് പഴംപൊരിയും നല്ല ചൂട് റോസ്റ്റുമാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഈ ബീഫ് കറി തന്നപ്പോൾ തന്നെ അവിടുത്തെ ആ കടയിൽ നിന്ന് പറഞ്ഞിരുന്നു, എന്താണ് ഇള ഇളം ബീഫ് എന്ന് പറയത്തില്ലേ, അധികം മുറ്റാത്തത്. അപ്പൊ ഇത്തിരി അങ്ങ് വെന്തുപോയി. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബീഫ് കറി വെക്കുമ്പോൾ എപ്പോഴും പറയുമല്ലോ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന്. പല നാട്ടിലുള്ളവരും തേങ്ങാക്കൊത്തെന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യേന്ന് പറയാറുണ്ട്. ചിലർക്ക് തേങ്ങാക്കൊത്ത് ഒട്ടും ഇഷ്ടമല്ല കറിക്കകത്തിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ആ തേങ്ങാക്കൊത്ത് മാത്രം പെറുക്കി കഴിയും. അപ്പൊ ഈ മേടിച്ച കടയിലും തേങ്ങാക്കൊത്തിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കിയത്. നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, റോസ്റ്റ് ആണോ നല്ലത് കറിയാണോ നല്ലത്. അപ്പം ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് കഴിച്ചിട്ട് ഉടനെ ഇവർ അടുത്തത് കഴിച്ചോ എന്നല്ല, അത് വേറെ ഒരു ദിവസത്തെ ആയിരുന്നു കേട്ടോ. ആ ഒരു ദിവസത്തെ ആ ഒരു ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മുട്ട പൊരിച്ചത് ഇപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, രണ്ടുപേർക്കും സെപ്പറേറ്റ് ആണ് ഞാൻ മുട്ട പൊരിക്കുന്നത് കേട്ടോ, ഒരുമിച്ച് പൊരിക്കാറില്ല. അപ്പം 2 മുട്ട എടുത്ത് 2ആയിട്ട് പൊരിച്ചെടുത്തു. അതിനുശേഷം ബന്ന്, നമ്മുടെ കടയിൽ ആഴ്ചയിൽ 2 ദിവസം ബേക്കറി വണ്ടികൾ വരാറുണ്ട്. അതിനകത്ത് വരുന്നതാണ് ഈ ബന്ന്. ക്രീം ബന്ന്, സാദാ ബന്നൊക്കെ വരാറുണ്ട്. ഇത് സാദാ ബന്നാണ്. അപ്പൊ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്ക് ബട്ടർ ഇടുന്നത് ഇഷ്ടമാണ്, ഇച്ചിരി ചീസ് കൂടെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. ജോസാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. ഡയറക്റ്റ് ഒരു പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ബന്നും ബ്രെഡും ഒന്നും ചൂടാക്കാതെ കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിച്ചു നോക്കൂ. കാരണം ഇതിനകത്തൊക്കെ സോഡ ചേരുന്നതല്ലേ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേരുമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ചൂടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ ചൂടാക്കാറില്ലായിരുന്നു. ഇത് ജോസ് ചാനലിൽ നിന്നും കിട്ടിയ ശീലമാണ് ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നത്. ബ്രെഡൊക്കെ ആണെങ്കിലും ഞാൻ ഡയറക്റ്റ് അങ്ങ് കഴിക്കാറേ ഉള്ളായിരുന്നു. അപ്പോൾ ജോസാൻ ചൂടാക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഒരു ശീലമായി. 2 വശവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ബട്ടർ ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ഇട്ട് ഇതുപോലെ ബ്രെഡും ബന്നും ഒക്കെ ഒന്നും മൂപ്പിച്ച് കഴിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, അല്ലെ പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ സെപ്പറേറ്റ് വീണ്ടും ആ പാനിനകത്ത് ചെയ്യണം. അത് മടിയായതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതും മുട്ട പൊരിച്ചതും, ചിലപ്പോൾ മുട്ട തോരൻ പോലെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. ചിലപ്പോൾ മുട്ട ചെറുതായിട്ട് പിച്ചി അതിൻ്റെ നടുക്ക് വെച്ചിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസ് ഇട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. പല രീതിയിലും കഴിക്കാറുണ്ട് കേട്ടോ. നമുക്ക് എന്താണ് ഒരു വെറൈറ്റി രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇന്ന് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പല രീതിയിലും ചെയ്യാറുണ്ട്. സാൻഡ്വിച്ച് പോലെയൊക്കെ ചെയ്യാറുണ്ട്. ഇന്നത്തെ ദിവസം കുറേ പാക്കിംഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെയും തട്ടിക്കൂട്ടായിരുന്നു, ഉച്ചയ്ക്കും തട്ടിക്കൂട്ടാണ്. കാരണം പാക്കിംഗ് ഉള്ള ദിവസം, പ്രത്യേകിച്ച് പുറത്തോട്ടൊക്കെ പാക്ക് ചെയ്യുന്ന ദിവസം ഞാൻ കൂടെ നിന്നേലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് വിദേശത്തോട്ട് പാക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്. ഈ ഒരു പാക്കിംഗ് കൂടാതെ ആ ബ്രൗൺ ടേപ്പ് പൊട്ടിച്ച് വെച്ചിട്ടില്ലേ, ആ ഒരു പാക്കിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാൻഡിങ് പൗച്ചിനകത്തിട്ട് ഡബിൾ പാക്കിംഗ് ആണ്. വിദേശത്തോട്ട് സാധനങ്ങൾ ഞങ്ങളുടെ നിന്ന് മേടിക്കുന്നവർക്കറിയാം, നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ്. അതായത് നല്ല എക്സ്പെൻസ് ഉണ്ട് ഈ പാക്കിങ്ങിന് വേണ്ടി. അതേ രീതിയിൽ പാക്ക് ചെയ്താണ്. കാരണം നമ്മുടെ ഇന്ന് സാധനം മേടിക്കുന്നവർ, കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ മേടിക്കുന്നവർ, അവർ പൈസ തന്ന് മേടിച്ചിട്ട് സാധനം ലീക്കായി പോയി അല്ലെ നഷ്ടമായി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അതുകൊണ്ട് ഇത്തിരി എക്സ്പെൻസ് ആയാലും വേണ്ടില്ല, അവർക്ക് അവർ ചിലവാക്കുന്ന
പണത്തിന് വാല്യൂ അതുപോലെ കൊടുത്താണ് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്യുന്നത്. യാതൊരു കാരണവശാലും ലീക്കാവരുത്, അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത്. ഈവൻ അവരുടെ പെട്ടിയിൽ വെച്ചാൽ പോലും അത് ഓയില് ലീക്കാവരുത്. ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആ പാക്കിങ് കണ്ടിട്ട് ധാരാളം പേര് ഓർഡർ തരാറുണ്ട്. കാരണം ഈ വിദേശത്തോട്ട് പോകുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പാക്കിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അച്ചാർ ഐറ്റംസ് എല്ലാവർക്കും കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ട്. പക്ഷേ ഈ എണ്ണ ലീക്കാവുമോ, പൊട്ടി പൊട്ടി ഡ്രസ്സിലൊക്കെ ആകുമോ എന്നുള്ള പേടി കൊണ്ടാണല്ലോ എല്ലാവരും മടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാതെ തന്നെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞറിഞ്ഞ് കേട്ടറിഞ്ഞ് ധാരാളം പേര് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് അഡ്രസ്സ് എഴുതി കൊടുക്കും, ജോസ്റ്റാൻ പാക്ക് ചെയ്യും. പിന്നെ ഓരോ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് കൂടുതൽ പാക്കിംഗ് ഉള്ള ദിവസം. അന്നത്തെ ദിവസം അടുക്കളയിൽ മിക്കവാറും തട്ടിക്കൂട്ടായിരിക്കും. അതേ നടക്കത്തുള്ളൂ. കാരണം ഞാനിവിടെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല സമയം പോവും പാക്കിങ്ങിന് വേണ്ടി. അത് പ്രത്യേകിച്ച് വിദേശത്തോട്ടൊക്കെ ആണെങ്കിൽ നല്ല സമയം എടുക്കും പാക്കിങ്ങിന് വേണ്ടി. അത് മേലോട്ടങ്ങാക്ക് മെഫിനെ, ആ സാധനം മേലോട്ടങ്ങാക്ക്. അങ്ങനെ ഇനിയുണ്ട് 2 ചെറുതല്ലേ. വേണമെങ്കിൽ ഞാനൂടി നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കാം. ചെറിയൊരു വീട്ടിൽ പറഞ്ഞോ മെഫിൻ? അല്ല പിന്നെ അമ്മച്ചി ബഹളം ഉണ്ടാക്കും കണ്ടില്ലെന്നും പറഞ്ഞു. അല്ലെ അമ്മച്ചിയെ മെഫിനെ കണ്ടില്ലെങ്കിൽ നീ ഇറങ്ങി വരും. അമ്മച്ചി ആരടുത്തായി സംസാരിക്കുന്നേ? അമ്മച്ചിയുടെ സൗണ്ട് കേൾക്കുന്നു. പാക്കിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12-12:15 അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഇനി ഉച്ചക്കത്തേക്കാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ജോസ്യാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കൊറിയർ അയച്ചേച്ച് വരാം. സെഫിൻ എങ്ങനെയോ മണത്തറിഞ്ഞ് കൊറിയർ അയക്കാൻ പോകുന്നിട്ട് അവനും ഒരുങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഡ്രസ്സ് ഇട്ടുകൊണ്ട് ദാ വരുന്നതെന്നും പറഞ്ഞ് ഓടിയിട്ടുണ്ട്. അപ്പം മെഫിനും സെഫിനും എല്ലാവരും കൂടാണ് ഇന്ന് പോകുന്നത്. കൂട്ടാൻ വെക്കാൻ അതിപ്പോ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ മറ്റുള്ള ടാറിട്ട റോഡിലേക്ക് ആകുമ്പോൾ ഇതായിട്ടാ പറയുന്നേ. അല്ല ഈ മൊബൈൽ എടുപ്പിക്കണോ? സൂക്ഷിച്ചു പോണേ. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്കും ഒരു ടൈം പാസ്. ജോസാനും കൂട്ടുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് വരും. അപ്പോൾ ജോസാൻ പറയാമായിരുന്നു മെഫിനുണ്ട് വീഡിയോ എടുക്കണോന്ന്. ജോസാൻ തന്നെ വീഡിയോ എടുക്കത്തില്ല, അത് വേറെ കാര്യമാണ്. എവിടെ പോയാലും ഈവൻ കടപ്പുറത്ത് മീനൊക്കെ എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു ജോസ ഇച്ചിരി വീഡിയോ എടുത്തോണ്ട് പോയി. ജോസ എടുക്കത്തില്ല. അപ്പം മെഫിൻ ഉള്ളതുകൊണ്ട് ഇന്ന് മിക്കവാറും കുറച്ച് വീഡിയോ കിട്ടുമെന്ന് എനിക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം അത് ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോയ സമയം കൊണ്ട് പെട്ടെന്ന് വരുന്നതിന് മുമ്പേ ഉച്ചക്കത്തെയൊക്കെ റെഡി ആവണമല്ലോ. ഞാൻ രാവിലെ കുറേ കഷ്ണങ്ങളുണ്ട്. കഷ്ണങ്ങളെന്ന് വെച്ചാൽ പച്ചക്കറിയുടെ അല്ലാതെ ചേമ്പും കായും അങ്ങനെ ഒരു അവിയൽ വെക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ വീടുകളിലോ നാടുകളിലോ വെക്കുമെന്നറിയില്ല. എൻ്റെ വീട്ടിൽ വെക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഭൂമിക്കടിയിലെ കഷ്ണങ്ങളുണ്ടല്ലോ, ചേന, ചേമ്പ്, പിന്നെ ചേമ്പിൻ്റെ വിത്ത്, കാച്ചിൽ, പിന്നെ കായുണ്ടെങ്കിൽ കായ്, ഇതെല്ലാം ഇട്ടൊരു അവിയൽ വെക്കും. അപ്പം ഇന്ന് അങ്ങനെ ഒരെണ്ണം വെക്കാമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷേ സമയം ഒട്ടും കിട്ടിയില്ല. ഇപ്പം തന്നെ ഓൾറെഡി 12:30 കഴിഞ്ഞു. ചോറുണ്ട്. പെട്ടെന്നൊരു മെഴുക്കുവരട്ടിയും വെച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് ഉച്ചക്കത്തേക്ക്. അല്ലാതെ എനിക്ക് സമയം കിട്ടത്തില്ല. അവർ വരുമ്പോഴത്തേക്ക് ചെയ്യണമല്ലോ. അത് പുറത്തോട്ടുള്ളതാണെങ്കിൽ കൂടുതലും ഞാൻ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ. കാരണം അത് പൗച്ചിനകത്താണ്. ചിലർ 1/2 കിലോയുടെ ഇതിനകത്ത് വേണമെന്ന് പറയും, 1 കിലോയുടെ ഇതിനകത്ത് വേണമെന്ന് പറയും. അപ്പം ഞാൻ കൂടെ നിന്നെങ്കിലേ അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിനകത്ത് 1 കിലോക്കാരും ഉണ്ട്. ഇപ്പോൾ 1 കിലോ മീനാണെങ്കിൽ 1 കിലോയുടെ പൗച്ചിലും എടുക്കും. 1/2 കിലോയുടെ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ 1/2 കിലോയുടെ എടുക്കും. അപ്പം ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എത്രയ്ക്കാണെങ്കിലും 500-ൻ്റെ 2 പാക്കറ്റാണെങ്കിൽ 500 × 2 ഇട്ടാൽ കൊടുക്കുന്നെങ്കിലും ചിലപ്പം ജോസാൻ തെറ്റിക്കും. അത് കൂടെ നിന്നിട്ട് നാട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് അയച്ചു കൊടുക്കാമെന്ന് വെക്കാം. പുറത്തോട്ട്
കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് മെഴുക്കുവരട്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതും അല്ലെങ്കിൽ തോരനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ മെഴുക്കുവരട്ടി ആക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ അതിനകത്ത് സവോള, കറിവേപ്പില, പച്ചമുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പൂടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം തേങ്ങ ഉപയോഗിക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. അതായത് മെഴുക്കുവരട്ടി പോലെ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കാതെ ലേശം ഒന്ന് കുഴഞ്ഞുള്ള പരുവത്തിൽ. പിന്നെ കായല്ലേ, എന്ന് പറയുന്നത് എത്ര നമ്മൾ കുഴഞ്ഞുള്ള രീതിയിൽ ഓഫ് ചെയ്താലും അത് തണുക്കുമ്പോൾ നല്ല കട്ടിയാവും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്ത ശേഷം ഞാൻ നടുക്കോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്തോട്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് അതിനകത്ത് ഇട്ട് തന്നെ ഒന്ന് ഇളക്കി ആ മുളക് പൊടിയെ ഒന്ന് മൂപ്പിച്ചതാണേ. ഇതൊക്കെ എന്താണ് ഒരു ഉടായിപ്പെന്ന് വേണേൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ എളുപ്പപ്പണി എന്ന് വേണേൽ പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ ചെയ്തതാണ് കേട്ടോ. കാരണം എന്തായാലും അവർ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കണമല്ലോ, അതും കൊണ്ട് ഓൾറെഡി സമയം ലേറ്റായല്ലോ. അപ്പോൾ അത് ഒന്ന് മുളകൊന്ന് മൂപ്പിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി അതൊന്ന് ഡ്രൈ ആവാനായിട്ട് ഇട്ടു. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, ഉണക്കമീൻ. അയ്യോ, എൻ്റെ ഉണക്കമീൻ കണ്ടിട്ട് പലരും വീഡിയോയിൽ പറയാറുണ്ട് ബെൻസി കൊതിപ്പിക്കുകയാണെന്ന്. എനിക്ക് ഒരാൾ ഗുജറാത്തിൽ നിന്ന് എനിക്ക് ഇട്ടായിരുന്നു ഉണക്കമീൻ ഫ്രൈ ചെയ്ത് കൊറിയർ ചെയ്യുമ്പോൾ. അത് റിസ്ക് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറ്റത്തില്ല. കാരണം ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പം കൊറിയർ ചെയ്താൽ കിട്ടാനായിട്ട് കുറഞ്ഞതൊരു 10 ദിവസം തൊട്ട് 14 ദിവസം വരെയാണ് ഞാൻ പറയുന്നത്. ചിലപ്പം 10ാമത്തെ ദിവസം കിട്ടും, ചിലപ്പോൾ അതിന് മുമ്പേ കിട്ടും, ഫിക്സ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വറുത്തതൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ അത് പന്നലായ പിന്നെ പൈസ തന്നവർക്കും വിഷമം, അയക്കുന്ന എനിക്കും വിഷമം. ഇതാണ് നമ്മുടെ നെല്ലിക്കുന്ന് ജംഗ്ഷൻ. എല്ലാവർക്കും അറിയാം, നെല്ലിക്കുന്ന് ജംഗ്ഷനൊക്കെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. അത് കൂടുതൽ ആളില്ല. അത് സീബ്ര ക്രോസിങ്ങും. കാര്യം അവിടെ സ്ലോ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഫൈൻ എടുക്കും. നമ്മള് മറ്റേ വഴി കൂടെ പോകുമ്പോഴേ സെൻട്രൽ ആ വഴി പോകത്തില്ലേ, ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലും കഴിഞ്ഞ ആ വഴി പോകുമ്പം ഇന്ന് ഇവർക്ക് ഇറങ്ങി വരുന്നു വൺ വേ കൂടെ. അറിയാൻ വയ്യാതായിരിക്കാം, ചിലപ്പോ മനഃപൂർവ്വം ഇറങ്ങിയിട്ടുണ്ട്. ആ വഴി കൂടെ പോലീസ് കയറിയിരുന്നത് നമ്മുടെ പുറകെ. തീർന്നെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞു മേക്കപ്പ് ഒന്നും വേണ്ട, പറഞ്ഞോ. ഞാനാണ് പച്ചക്കറി ഉടനാട്ട് ഓമനക്കുട്ടി ജനപ്രിയ നായകൻ. ഇന്ന് പയർ 1.5 കിലോ 50 രൂപ, തണ്ണിമത്തങ്ങ 20 രൂപ, ഉരുളിക്ക 3 കിലോ 50 രൂപ, തക്കാളിപ്പഴം 2 കിലോ 50 രൂപ. ഇതെല്ലാം വാരിക്കൊടുത്ത ഉടനാട്ട് ഓമനക്കുട്ടനും മത്തിജയനും സ്റ്റാർ തന്നെ കച്ചവടത്തിൽ. എത്ര വേണേലും വീഡിയോ എടുക്കാം, പുള്ളി നിന്ന് തരും, പറയുകയും ചെയ്യും. പുള്ളിക്ക് സന്തോഷമായി ചാനൽ വരും പറഞ്ഞപ്പോ. പുള്ളി മൊത്തം ചാനലിനകത്താണ്. ഓക്കെ ഗൈസ്, നമ്മള് വീട്ടിൽ വന്നു. ഓക്കെ,
കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഞങ്ങൾക്കൊരു 4-5 മഴ കിട്ടി കേട്ടോ. ചിലത് നല്ല മഴയായിരുന്നു, ചിലത് ജസ്റ്റ് പേരിന് വേണ്ടിയെങ്കിലും ഒരു 4-5 മഴയിലും കിട്ടി. പക്ഷെ ഞാനിത് വീട്ടിൽ ഫോൺ ചെയ്യുമ്പോൾ പറയുമ്പോൾ അതിശയമാണ്. കാരണം അവിടെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഈവൻ മെനഞ്ഞാന്ന് പോലും ഞങ്ങൾക്ക് നല്ല മഴയും ഭയങ്കര ഇടിയും, ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ഫാൻ അടിച്ചു പോയി, ഇൻവെർട്ടർ അടിച്ചു പോയി, ഫോൺ പോയി, അത്രയ്ക്ക് ഇടിയായിരുന്നു. പക്ഷേ അഞ്ചൽ ഇതുവരെ പെയ്തിട്ടില്ല. ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? പുതിയതാണ്. ഞാൻ പറയുന്നത് പോലെ നമ്മുടെ സബ്സ്ക്രൈബർ പ്രിയ ഉണ്ടല്ലോ, പ്രിയയുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തതാണ്. പ്രിയയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വലിയ കൈയാണല്ലോ തയ്ക്കുന്നത്. അപ്പം എൻ്റെ കൈക്ക് ഈ പ്രിയയുടെ നിന്ന് എടുക്കുന്ന തുണി നന്നായിട്ട് തികയും. മറ്റുള്ളിടത്തു നിന്ന് എടുത്താൽ എക്സ്ട്രാ കൈക്ക് വേണ്ടി ഞാൻ തുണി മേടിക്കണം. അപ്പോൾ എന്നെപ്പോലെ വണ്ണമുള്ളവർക്ക് നല്ല പരുവത്തിനുള്ള തുണിയാണ് പ്രിയയുടെയിലുള്ളത് കേട്ടോ. കാരണം നല്ല നീളവും വീതിയും ഒക്കെ കാണും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇത് വേറെ ഒരിടത്തു നിന്ന് എടുത്തതാണ്. ഇത് രണ്ടും പുതിയതാണ് കേട്ടോ. എൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും, ചേച്ചി ഈ ഡ്രസ്സ് എവിടെ നിന്നാണ്, പുതിയതാണോ, ഇതൊക്കെ ചോദിക്കും. അപ്പം ആക്ച്വലി ആദ്യം കാണിച്ചത് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററിൻ്റെ മോടെ എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് വീട്ടിലൊരു ടീ പാർട്ടി ഉണ്ടായിരുന്നു, അന്ന് പോയതാണ് അത്. അപ്പോൾ ഈ കാണുന്നത് എൻഗേജ്മെൻറ്റിന് പോകുന്നതാണ്. അതായത് 2-ാം തീയതി മെയ് 2-നായിരുന്നു എൻഗേജ്മെൻറ്റിന്. അതിന് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നതാണ്. ശിവനെ കാണുന്നു, അതോ ചാടി ചാടി ഇരിക്കുന്നില്ല. ഒരുത്തർ ഒളിഞ്ഞിരിക്കുന്നു, കാണുന്നില്ല. ഞാൻ പിടിക്കൂടാ, നീ എത്ര ഒളിഞ്ഞിരുന്നാലും. അപ്പൊ ഈ ഡ്രസ്സിന്റെ കൈക്ക് വേണ്ടി ഞാൻ എക്സ്ട്രാ തുണി മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതിനകത്ത് തികയത്തില്ലായിരുന്നു. അപ്പൊ ഇട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് ആണല്ലോ എന്നറിഞ്ഞത്. അറിയാതിട്ടതാണ് കേട്ടോ, മാച്ചിങ് അങ്ങനെ ചെയ്തിട്ടതല്ല. അപ്പോൾ നാട്ടില് എനിക്ക് തോന്നുന്നു മാസത്തിലൊരു 2-3 കല്യാണമെങ്കിലും ഉണ്ട്. കല്യാണം, എൻഗേജ്മെന്റ്, അതുമല്ലെന്നുണ്ടെങ്കിൽ ഹൗസ് വാമിങ്, ഇങ്ങനെ പല കാര്യങ്ങളാണ്. ബോംബെ വെച്ച് ഇടയ്ക്കൊക്കെ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനും. കാരണം കല്യാണത്തിന്റെ നാട്ടിലെ ഫുഡിനൊരു പ്രത്യേകതയാണല്ലോ, അതുകൊണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ പാട്ട് കാണിച്ചത്, ഞാനും ജോസാനൂടെ വണ്ടി പോകുമ്പം ഇങ്ങനെ പാട്ടിട്ടേച്ച് ഞങ്ങളിങ്ങനെ അതിൻ്റെ കൂടെ പാടിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഗാനമേളയാണ് വണ്ടിക്കകത്ത്, അതായത് കേൾക്കുന്ന പാട്ട് കൂടെ പാടിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ എൻഗേജ്മെൻറ്റിന് പോകാമെന്ന് ബിജീസ് കിച്ചൺ ഉണ്ടല്ലോ, അവിടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത്, എടി കൊതിയാവുമോ നാട്ടിലെ ഒരു കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്യാൻ. ശരിയാണ്, ഞാൻ അവിടെ ഉള്ളപ്പോഴും അങ്ങനത്തെ ഫീലിംഗ് ആണ്. കാരണം അവിടെ അങ്ങനെ വലിയ ഫംഗ്ഷനുകളോ, എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വർഷം ബോംബെ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 കല്യാണം എങ്ങാനും അറ്റൻഡ് ചെയ്ത് കാണും, അത്രയേ ഉള്ളൂ. അവിടെ അങ്ങനെ വലിയ പുതുമയൊന്നും ഇല്ലല്ലോ ഇതിന് വേണ്ടി. അപ്പോൾ നമ്മൾ എന്താണ്, നാട്ടിലെ ഒരു രീതിയെ വേറെയാണല്ലോ. ബോംബെയിൽ നിന്ന് വന്ന സമയത്ത് കല്യാണങ്ങൾക്കോ എൻഗേജ്മെൻറ്റിനോ ഹൗസ് വാമിങ്ങിനോ ഒന്നും ഞാൻ പോകത്തില്ലായിരുന്നു. എല്ലായിടത്തും ജോസാനെ ആയിരുന്നു പറഞ്ഞു വിടുന്നത് കേട്ടോ. ഇപ്പം പിന്നെ കുറച്ചുകൂടെ എല്ലാവരുമായിട്ടൊക്കെ സഹകരിച്ച് ഇപ്പം ഞാൻ ചില കല്യാണങ്ങൾക്കും ഒക്കെ പോവാറുണ്ട് കേട്ടോ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാണുമല്ലോ, നമ്മുടെ അയൽവക്കം, അതുമല്ലെങ്കിൽ ഇപ്പം ചർച്ചിലെ പാസ്റ്ററിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതിന് ഞാനിപ്പോൾ പോവാറുണ്ട്. കൊട്ടാരക്കര കിഴക്കത്തെ മൈൽ സ്റ്റോൺ ഓഡിറ്റോറിയത്തിലായിരുന്നേ. ഞാൻ അടുത്ത് കടങ്കിലല്ലേ കിട്ടൂ. 2 ചോപ്പുകൾ നമുക്കകത്ത്. ഇതിന്റെ ഫ്രണ്ട് എവിടെ ആണോ എന്തോ അവിടെ ഒക്കെ വെൽക്കം ഡ്രിങ്ക് അതിലേ പോന്നെ. എന്റെ കൂടെ എടുത്തോളാം.
ഒത്തിരി സമയം വേണം കേട്ടോ. ഞാനും ജോസാനും കൂടെ കഴിക്കാനിരുന്നാൽ ഞാൻ ഒരു 2-3 ഉരുള ആകുമ്പോഴത്തേക്ക് ജോസാൻ കഴിച്ചെണീക്കും. അപ്പം കല്യാണം കഴിഞ്ഞു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ജോസാൻ പറയാം, നീ എന്ത് സ്ലോയാന്ന്. പക്ഷെ ഞാൻ കഴിച്ച് തീരുന്നത് വരെ ജോസാൻ കൂടെ ഇരിക്കും കേട്ടോ. എൻ്റെ കൂടെയുള്ള എല്ലാവരും എണീറ്റു. ഞങ്ങളൊക്കെ കഴിച്ചു പിടിക്കാം പിടിക്കാം. ഞങ്ങൾ വന്നപ്പോൾ സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യത്തെ ഇതിന് തന്നെ കഴിക്കാനിരുന്നു കേട്ടോ. കാരണം നമ്മൾ വന്നിരിക്കുന്നത് ആ ടേബിളിൻ്റെ ഇതിനകത്താണല്ലോ. അപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ തന്നെ സീറ്റ് കിട്ടിയ സെഫിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അവന് കിട്ടിയ സീറ്റ് ബാക്കിയുള്ളവർക്ക് അവൻ വിതരണം ചെയ്തതുകൊണ്ട് അവൻ കഴിക്കാൻ ലേറ്റായി. അതുകൊണ്ട് അവന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം നമ്മൾ പിന്നെ എല്ലാവരുമായിട്ടും സംസാരിച്ച് അങ്ങനെയൊക്കെ നിന്നപ്പോഴാണ് ഞാൻ കുറച്ച് വീഡിയോ പെട്ടെന്ന് വാ. ഞാൻ ബാക്കിലായിരുന്നു, കിട്ടിയില്ല. അല്ല, വലിയ കാര്യത്തിൽ ഇന്നെങ്കിലും നിന്റെ ഒരു പാട്ട് എടുക്കണമെന്ന് പറഞ്ഞു ഏറ്റവും ബാക്കിലായി പോയി, എടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ബ്ലസ്സിനെ അറിയായിരിക്കും. ഞങ്ങളുടെ ചർച്ച് മെമ്പറാണ്, നല്ലൊരു സിംഗറാണ്. പാർവഷൻ ടിവിയിലൊക്കെ എനിക്ക് കഷ്ടമുണ്ട്. ഞാൻ അതിനു വേണ്ടിയായിരുന്നു വന്നത്. ബ്ലസ്സം കഴിച്ചോ? ഞാൻ വീഡിയോ എടുക്കുന്നതിനിടെ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേട്ടോ, യൂട്യൂബ് കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, എനിക്ക് ചോദിക്കാൻ പറ്റുമോ വധുവിൻ്റെ സൈഡിൽ നിന്നാണോ വരൻ്റെ സൈഡിൽ നിന്നാണോ എന്ന്. ഞാൻ ഒന്നും ചോദിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും സാരമില്ല, എവിടെ പോയാലും നമ്മളെ ഒരാളെങ്കിലും തിരിച്ചറിയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. വയറ് നിറച്ച് ഫുഡ് കഴിച്ച് വെച്ചിരിക്കുന്നു. സെഫിന് സീറ്റ് കിട്ടി, അവനത് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റിലാണ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് ഇത്രയൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സഭാകമ്പമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ ഞങ്ങളുടെ ചർച്ചിൽ എനിക്ക് പരിചയമുള്ളവരുടെ വീഡിയോകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം മറ്റുള്ളവരുടെ വീഡിയോസ് എടുക്കുമ്പോൾ അത് ആർക്കൊക്കെ ഇഷ്ടപ്പെടും ഇല്ല എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് അതൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ ബൈ. ഗോഡ് ബ്ലെസ് യു.